നമസ്തേ, ഞാൻ ശിവൻ, പാല ബെർലിൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2023 ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു മേഖലയാണ് അഗ്രികൾച്ചർ മേഖല. ഏറ്റവും അധികം വേഗത്തിൽ വളരുന്നതും ഒരിക്കലും ആവശ്യകത ഇല്ലാതെ പോവുകയുമില്ല. കാരണം എന്നും ആവശ്യക്കാരേറെയായിരിക്കും അഗ്രികൾച്ചർ മേഖലയ്ക്ക്. ജനപ്പെരുപ്പവും ജനസംഖ്യയും കൂടുന്നതനുസരിച്ച് ആവശ്യക്കാർ ഏറെ വരുന്ന, ഭക്ഷണധാന്യങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ വരുന്ന, ഏറ്റവും അധികം ഡിമാൻഡ് കൂടാൻ പോകുന്നൊരു മേഖലയാണല്ലോ അഗ്രികൾച്ചർ മേഖല. ആ മേഖലയിൽ BSc അഗ്രികൾച്ചർ മേഖലയിൽ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും എൻജിനീയറിങ്ങിൻ്റെയും സാധ്യതകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായി ഇന്ന് BSc അഗ്രികൾച്ചറും അഗ്രികൾച്ചർ എൻജിനീയറിങ്ങും ഒക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗവൺമെൻറ് MBBSനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഉള്ള ഡോക്ടർ എന്നുള്ള കമ്മ്യൂണിറ്റിയിലല്ല ജീവിക്കുന്നതെങ്കിൽ പോലും പഠനത്തിനും ഗവേഷണത്തിനും അത് സമൂഹത്തിന് നന്മയ്ക്ക് തന്നെ ഉപകാരപ്രദമായി വിനിയോഗിക്കാൻ പറ്റുന്ന, സയൻറ്റിസ്റ്റ് ആകാനായിട്ട് റിസർച്ച് മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന, വിദേശത്ത് ഉപരിപഠനത്തിന് സാധിക്കുന്ന, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുന്ന BSc അഗ്രികൾച്ചർ പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ ജോബി സാറുമായി ചർച്ച ചെയ്യുന്നത്. BSc അഗ്രികൾച്ചറിന് കേരളത്തിൽ 4 കോളേജുകളാണുള്ളത്. ഈ 4 കോളേജുകളിലെയും പ്രവേശനം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ അഗ്രികൾച്ചറിൻ്റെ 85% സീറ്റുകളും ഫില്ല് ചെയ്യപ്പെടുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുന്നതാകട്ടെ മെയ് 7 നീറ്റ് 2023 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ കുട്ടികൾക്ക് മാത്രമായി അപേക്ഷിക്കാവുന്ന ce.kerala.gov.in എന്ന വെബ്സൈറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിനെ അനുസരിച്ചായിരിക്കും. MBBSും BDSും ഒരു അലോട്ട്മെൻറ്റായി നടക്കുമ്പോൾ അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും ഹോമിയോവും മെഡിക്കൽ അലൈഡ് കോഴ്സുകളും പാരലായി മറ്റൊരു അലോട്ട്മെൻറ്റായിട്ട് കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുകയും നമുക്ക് 4 റൗണ്ട് അലോട്ട്മെൻറ്റുകളിലൂടെ കേരളത്തിലെ 4 അഗ്രികൾച്ചർ കോളേജുകളിൽ പ്രവേശന സാധ്യതകളും നിലനിൽക്കുന്നു. ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ റിസർവേഷനുകളും ഉൾക്കൊണ്ടു തന്നെയാണ് അഗ്രികൾച്ചറിൻ്റെ കേരളത്തിലെ പ്രവേശനവും. 4 അഗ്രികൾച്ചർ കോളേജുകളിൽ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി തിരുവനന്തപുരം, കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കര തൃശ്ശൂർ, കോളേജ് ഓഫ് അഗ്രികൾച്ചർ പഠനക്കാട് കാസർഗോഡ്, കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ വയനാട്, ഈ 4 കോളേജുകളിലാണ് BSc അഗ്രികൾച്ചറിന് നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലൂടെ 85% സീറ്റുകളും ലഭ്യമാകുന്നത്. 2022 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രകാരം രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ അഗ്രികൾച്ചറിന് ഏതാണ്ട് 6328 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള കുട്ടിക്ക് തിരുവനന്തപുരത്തും 4400 വരെയുള്ള കുട്ടിക്ക് വെള്ളാനിക്കരയും 7093 വരെ കാസർഗോഡും 7198 കേരള മെഡിക്കൽ റാങ്ക് വരെ അമ്പലവയൽ വയനാടിലും BSc അഗ്രികൾച്ചറിന് 15,000 രൂപ വാർഷിക ഫീസിൽ, കേരളത്തിലെ അഗ്രികൾച്ചറിന് 15,000 രൂപ വാർഷിക ഫീസിൽ പ്രവേശനം ലഭിച്ചു. വിവിധ കാറ്റഗറികൾക്കനുസരിച്ചുള്ള പ്രവേശനം നോക്കുമ്പോൾ കൃഷിക്കാരുടെ മക്കൾക്കായിട്ട് ഏതാണ്ട് 13,000 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് CA എന്ന വിഭാഗത്തിൽ അഗ്രികൾച്ചറിന് സീറ്റ് ലഭിക്കുകയുമുണ്ടായി. 2022 വരെ, അതായത് കഴിഞ്ഞ വർഷം വരെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള 52 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ 15% ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമിൻ്റെ ICARൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് ഫില്ല് ചെയ്യപ്പെട്ടതെങ്കിൽ, പ്രവേശനം നേടിയതെങ്കിൽ, ഈ വർഷം CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ നോർമലൈസ്ഡ് സ്കോർ പ്രകാരമായിരിക്കും ഇന്ത്യയിലുള്ള 52 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള 11 കോഴ്സുകൾക്ക് നമുക്ക് പ്രവേശന സാധ്യതകളുള്ളത്. മാർച്ച് 30 വരെ അപേക്ഷിക്കാവുന്ന CUETയിൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ നോർമലൈസ്ഡ് സ്കോർ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ICARexam.net എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ അലോട്ട്മെൻറ്റിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. അഗ്രികൾച്ചറും സെറികൾച്ചറും ഹോർട്ടിക്കൾച്ചറും BTech എഞ്ചിനീയറിങ്ങും ബയോടെക്നോളജിയും ഉൾപ്പെടെയുള്ള 11 കോഴ്സുകൾക്കാണ് CUETയുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കോമ്പിനേഷനിലൂടെ നമുക്ക് പ്രവേശനം സാധ്യമാകുന്നത്. ഇന്ത്യയിൽ ആകമാനമുള്ള ഏറ്റവും ഡെവലപ്പായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെ പഠനം സ്കോളർഷിപ്പോടുകൂടി നമുക്ക് സാധ്യമാകുകയാണ്. ഏതാണ്ട് 52ഓളം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളാണ് BSc അഗ്രികൾച്ചറിന് ICARexam.net എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. CUETയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം
ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ നോർമലൈസ്ഡ് സ്കോർ ICRexam.net എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് നമുക്ക് കിട്ടുകയും ആ റാങ്കിനനുസരിച്ച് ഈ കോളേജുകളിൽ BSc അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള 11 കോഴ്സുകൾക്ക് നമുക്ക് പ്രവേശനം സാധ്യമാകുകയും ചെയ്യും. ഏതാണ്ട് 1646 സീറ്റുകളാണ് ആകെ BSc അഗ്രികൾച്ചറിനായിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ നമുക്കുള്ളത്. കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സീറ്റ് ഉൾപ്പെടെ 1646 സീറ്റുകൾ അഗ്രികൾച്ചറിന് മാത്രമായിട്ട് വിവിധ റിസർവേഷൻ ഉൾപ്പെടെ നമുക്ക് ICRexam.net എന്ന വെബ്സൈറ്റ് വഴി BSc അഗ്രികൾച്ചറിന് പ്രവേശനം സാധ്യമാകും. അതേ വെബ്സൈറ്റ് വഴി തന്നെയാണ് BSc ഹോർട്ടിക്കൾച്ചറും സെറികൾച്ചറും ബിടെക് ബയോടെക്നോളജിയും ബിടെക് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള 11 കോഴ്സുകൾക്ക് നമുക്ക് പ്രവേശനം സാധ്യമാകുന്നത്. അഗ്രികൾച്ചർ എന്ന മേഖല ഇന്ന് ഏറ്റവും അധികം ആവശ്യക്കാരുള്ള, ഏറ്റവും അധികം കുട്ടികൾ സന്തോഷത്തോടെ സ്വീകരിച്ച് പഠിച്ച് ജീവിത വിജയം കാണുന്ന BSc അഗ്രികൾച്ചർ എന്ന പ്രോഗ്രാമിൻ്റെ പഠനത്തിനെയും ഗവേഷണത്തിനെയും ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് നമുക്ക് ജോബി സാറുമായി അല്പനേരം സംസാരിക്കാം. ജോബി സാറെ നമസ്തേ. നമസ്കാരം. നമുക്ക് എനിക്ക് തോന്നുന്നു 2023 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും തയ്യാറെടുപ്പിൻ്റെ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. ഒരുപക്ഷെ കോളേജുകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും അവർ അത്രയധികം ചിന്തിക്കാത്ത ഒരു സാഹചര്യത്തിലും അവർക്ക് അനന്ത സാധ്യതകളുള്ള ധാരാളം കോഴ്സുകളെ നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായി. കേരള വഴിയും ഓൾ ഇന്ത്യ വഴിയും CUET വഴിയും ഒക്കെയുള്ള സാധ്യതകൾ. ഇന്ന് നമുക്ക് കൂടുതൽ പേരൻസ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന അഗ്രികൾച്ചറിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. നമുക്കറിയാം മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ വളരെ മുൻപന്തിയിലുള്ളൊരു സാധ്യതയാണ് അഗ്രികൾച്ചറിന് എല്ലാ കുട്ടികളും എടുക്കുന്നത്, എല്ലാ വർഷവും കാണുന്നത്. അഗ്രികൾച്ചർ എന്നുള്ള കോഴ്സിനെ നമ്മളെ കുട്ടികൾക്കൊന്ന് പരിചയപ്പെടുത്തിയാൽ എന്താണ് BSc അഗ്രികൾച്ചർ എന്നുള്ള കോഴ്സിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്? BSc അഗ്രികൾച്ചർ നമ്മൾ ഒരു കോർ കോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. കാരണം ഇതിന് ശേഷം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ശരി, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇടയ്ക്ക് ഇടപെടുന്നതുകൊണ്ട് തോന്നരുത്. നിങ്ങൾ ആദ്യം തൊട്ടുള്ള പോയിന്റുകൾ ശ്രദ്ധിക്കണം. കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് പോലെ തന്നെ മെഡിക്കൽ വിഭാഗത്തിലെ പ്രോഗ്രാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇടപെട്ടത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം നമുക്ക് പറഞ്ഞല്ലോ കോർ കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. അത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലേക്കും ബയോടെക്നോളജിയിലേക്കും ഫാർമക്കോളജി അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് തന്നെയല്ല ഫസ്റ്റ് ഡിഗ്രി ഞാൻ ഈ പറഞ്ഞ ഫാർമസിയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയോ ഒക്കെ കുട്ടികൾ ചെയ്യുന്നതിൽ എന്തുകൊണ്ടും നല്ലത് ഈ ഒരു കോർ കോഴ്സിന് ശേഷം പോകുന്നതാണ്. തീർച്ചയായിട്ടും. വീണ്ടും എനിക്ക് ഇടപെടേണ്ടിയിരുന്നു. കാരണം ഇന്ന് ഏറ്റവും അധികം കുട്ടികൾ ചോദിക്കുന്നത് ഈ ഇതുപോലുള്ള ന്യൂ കോഴ്സ്, മോഡേൺ കോഴ്സസുകളെ കുറിച്ചാണ്. ആദ്യം തന്നെ +2 കഴിഞ്ഞ് ഉടൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകൾ എടുക്കുന്നു. അതിനുശേഷമുള്ള സാധ്യതകൾ കുറഞ്ഞു പോകുന്നു. എന്നാൽ കോർ സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്, നമ്മുടെ പാഷൻ അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ബേസിക്കായിട്ട് എപ്പോഴും എടുക്കുമ്പോൾ ഒരു കോർ സബ്ജക്റ്റ് പോലുള്ള സബ്ജക്റ്റുകൾ ഓപ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് ഒരു 4 ഇയർ കോഴ്സാണ്, 4 വർഷത്തെ BSc ഓണേഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാം ഇതിനകത്ത് ഹോർട്ടിക്കൾച്ചറിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ വേറെ ചെയ്യാം. വേറെ ഒരു ICARൻ്റെ എക്സാമിലാണെങ്കിൽ ചില യൂണിവേഴ്സിറ്റിയിൽ ഹോർട്ടിക്കൾച്ചർ തന്നെ ആയിട്ടുണ്ട്. ഈ കേരളത്തിലാണെങ്കിൽ PG MSc ഹോർട്ടിക്കൾച്ചറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് അപ്പോൾ അതിനകത്ത് ബയോടെക്നോളജി വരുന്നുണ്ട്, മൈക്രോബയോളജി വരുന്നുണ്ട്, അതുപോലെ കുറച്ച് ബയോകെമിസ്ട്രി വരുന്നുണ്ട്, പ്ലാന്റ് ബയോടെക്നോളജി വരുന്നുണ്ട്, അതുപോലെ ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം വരുന്നുണ്ട്. പിന്നെ പെസ്റ്റിസൈഡ്സ്, അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഈവൻ ഇപ്പോഴത്തെ പുതിയ എന്ന് പറഞ്ഞാൽ ഈ അഗ്രികൾച്ചർ ഫീൽഡ് ഒന്ന് മെക്കനൈസ് ചെയ്യുന്ന ടെക്നോളജി നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഡ്രോണുകളൊക്കെ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ അഗ്രികൾച്ചർ മേഖലയിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും റിസ്കി ആയിട്ടുള്ള ജോബുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോബോട്ടുകളെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, ഒരുപാട് അഗ്രികൾച്ചർ ആപ്പുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലൂടെ നമ്മളിപ്പോൾ പുതിയ ഒരു സിലബസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് അഗ്രികൾച്ചറിന് ഇപ്പോൾ കൾച്ചറിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ടൊരു കുട്ടിക്ക് ആപ്റ്റ് ആകുന്ന ഒരു മേഖലയായിരിക്കും BSc അഗ്രികൾച്ചർ. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പകുതിയോളം ജനവിഭാഗം കാർഷിക വൃത്തിയിലാണ്. അതുപോലെ നമ്മുടെ GDPയുടെ ഒരു 17% വരുന്നത് കൃഷിയിൽ നിന്നാണ്. അതുപോലെ നമുക്കറിയാം പോപ്പുലേഷൻ കൂടുന്തോറും ഫുഡിൻ്റെ സ്കേഴ്സിറ്റി വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ മാർഗ്ഗങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്,
അതുപോലെ ടെറസ് ഫാമിങ്, വെർട്ടിക്കൽ ഫാമിങ്, അങ്ങനെ പുതിയ ടെക്നോളജി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൽ പോയി കൃഷി പഠിക്കുന്ന കർഷകരെ തന്നെ കൊണ്ടുപോയി കൃഷി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു രീതിയൊക്കെ നമ്മൾ അവിടുത്തെ ടെക്നോളജിയൊക്കെ പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ മേഖലയെക്കുറിച്ച് പഠിക്കുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം പല സബ്ജക്റ്റുകളും പല മേഖലകളും പല കോളേജുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യാതെ പോകുന്നത് അപ്ഡേറ്റ് ആകാതെ നിൽക്കുന്നതാണ്. ഇതിപ്പോൾ ഏറ്റവും മോഡേൺ അനുസരിച്ച് തന്നെ നമുക്ക് ഈ ഒരു സിലബസിനനുസരിച്ച് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള വലിയൊരു മാർഗം തന്നെയാണ്. പിന്നെ സാമ്പത്തികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 4 വർഷത്തെ BSc അഗ്രികൾച്ചർ വലിയൊരു ബേർഡൻ അല്ലാതെ ഒരിക്കലും അല്ല. നിസാര എമൗണ്ട് ഫീസ് നമുക്ക് ചെലവുകളും എല്ലാം നമുക്ക്. പിന്നെ ICAR വഴിയാണെങ്കിൽ ചെറിയ എമൗണ്ട് ഒക്കെ പോക്കറ്റ് മണി ആയിട്ടൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്നവർക്കുണ്ട്. ഇനി അത് PG യിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു 8,000 രൂപ ഒക്കെ കിട്ടാവുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ ICAR കൊടുക്കുന്നുണ്ട്. പിന്നെ റിസർച്ചിലേക്ക് വരും വീണ്ടും അതിൻ്റെ എമൗണ്ട് കൂടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടിങ് വരുന്ന ഒരു സെക്ടർ തന്നെയാണ് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടർ. അതിനകത്തുള്ള മെയിൻ കോഴ്സ് ആയതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ വരുന്നുണ്ട്. ഈ അഗ്രികൾച്ചർ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഡോക്ടർ എന്നുള്ളൊരു സമൂഹത്തിലല്ല ജീവിക്കുന്നതെങ്കിലും പോലും ഏതൊരു പാഷനുള്ള വ്യക്തി ആയിരിക്കണം അഗ്രികൾച്ചർ ഏറ്റെടുക്കേണ്ടത്? അതായത് എഡ്യൂക്കേഷൻ കൂടുതൽ താല്പര്യമുള്ള ആളായിരിക്കണം, അതോ അഗ്രികൾച്ചർ, അങ്ങനെ ഏതായിരിക്കും അദ്ദേഹം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് പറയാം. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാനും അങ്ങനെയുള്ള യാത്രകൾ ചെയ്യാനും അത്യാവശ്യം കൃഷിയും മണ്ണും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഏറ്റവും നല്ലൊരു ആ ഒരു ആപ്റ്റിറ്റ്യൂഡുള്ള ആൾ, ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളൊക്കെ ആയിരിക്കും. ഇൻട്രസ്റ്റും അങ്ങനെയൊക്കെ ഉള്ള ആളായിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കാര്യം. ഇത് ഈ BSc അഗ്രികൾച്ചർ കൊണ്ട് നമുക്ക് പഠനത്തിൻ്റെ ഒരു ലെവൽ വരെ എത്തുമോ, അതോ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ നമുക്ക് ഇന്ത്യൻ ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കുമോ കൂടുതൽ നല്ലത്? നമുക്ക് BSc അഗ്രികൾച്ചർ കൊണ്ട് കേരളത്തിലെ കൃഷി ഓഫീസുകളിൽ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ജോലി കിട്ടുന്നുണ്ട്. ഒരു ഗസറ്റഡ് റാങ്കാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം പോസ്റ്റിങ്ങുകൾ താരതമ്യേന കുറവാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ചെയ്യാവുന്നൊരു കാര്യം ഈ BScക്ക് ശേഷം ഇപ്പോൾ ഒരു 10-15% കുട്ടികൾക്കൊക്കെ പ്ലേസ്മെൻറ്റ് BScക്ക് ശേഷം കിട്ടുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ കുട്ടികളും ചെയ്യുന്നത് അവർ മറ്റു അവർക്ക് പല ഏരിയയിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല ഒന്നാണ് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്. അത് നമ്മുടെ ടോപ്പ് IIMകളിൽ, നമ്മുടെ അഹമ്മദാബാദ് IIMലും ലക്നൗ IIMലും ഒക്കെ, അതുപോലെ നിർമ്മയിലും ആനന്ദിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. റിലയൻസും ടാറ്റായും ഒക്കെ ഈ അഗ്രികൾച്ചർ സെക്ടർ നന്നായിട്ട് ബിസിനസ് സെക്ടർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മിക്കവാറും ടൗൺഷിപ്പുകളിലൊക്കെ നമുക്കിത് കാണാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നമുക്ക് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട്, സോയിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടും, പിന്നെ ബാങ്കുകളിലൊക്കെ കുട്ടികൾ ഇത് കഴിഞ്ഞ് പോകാവുന്നതാണ്. എങ്കിലും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിന് ശേഷം ഒരു PG, ഞാൻ പറഞ്ഞ ICARൻ്റെ ടെസ്റ്റ് എഴുതി PGക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അത് 2 വർഷമാണ് PG. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ PSc എക്സാമൊക്കെ വന്നു കഴിഞ്ഞാൽ അതെഴുതി കയറാം. ഇനി വീണ്ടും അല്പം കൂടി വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു SRF, സീനിയർ റിസർച്ച് ഫെലോ ആയിട്ട് റിസർച്ചിലേക്ക് ഏകദേശം ഒരു 100-140 റിസർച്ച് സ്ഥാപനങ്ങൾ ICARൻ്റേതായിട്ട് ഇന്ത്യയിലുണ്ട്. അവിടെ റിസർച്ച് തുടങ്ങുക പതുക്കെ. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ജോബ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ എഴുതി കയറാൻ പറ്റും. നമുക്കൊരു അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇറങ്ങുമ്പോഴേ ജോലി എന്നുള്ളത് രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇതിൽ നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. ഇന്ത്യൻ കൾച്ചറിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനും തന്നെയാണോ സാധ്യതകൾ? വിദേശത്തുള്ള സാധ്യതകൾ BSc അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യയിൽ തന്നെ നിന്ന് PG ചെയ്യുന്നതാണോ, അതോ വിദേശത്ത് കൂടുതൽ സാധ്യതകളുണ്ടോ? വിദേശത്തും PG ചെയ്യാനും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. കൃഷി ഇപ്പോൾ സ്പെയിന്, ചൈന പോലെയുള്ള പല രാജ്യങ്ങളിലും അങ്ങനെ സാധ്യതകളുണ്ട്. വിദേശത്ത് പോകണമെങ്കിൽ ഇപ്പോൾ US ആണെങ്കിൽ നമുക്ക് അറിയാം അവിടെ GRE എഴുതണം, അതുപോലെ TOEFL ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ ഓരോ രാജ്യത്തും അവരുടേതായ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ, ഒരു എൻട്രി ലെവൽ, അല്ലെങ്കിൽ അവിടെ ലൈസൻസ് കിട്ടാൻ വേണ്ടി ലൈസൻസിങ് എക്സാമിനേഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് എഴുതി ചെയ്യാം. ഇനി PG പോയി, നമ്മുടെ ഇത് 4 ഇയർ ഡിഗ്രി ആയതുകൊണ്ട് US, കാനഡ പോലുള്ള രാജ്യങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിദേശത്ത് പോയി PG ചെയ്യാനുള്ള അവസരമുണ്ട്. കൂടുതൽ കുട്ടികളും ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണ് വിദേശത്ത് പോയി കാണുന്നത്. അഗ്രികൾച്ചർ മേഖല നമുക്കറിയാം, ഗവൺമെൻറ് MBBS ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നവർ പോലും ഈ ഒരു പാഷൻ ഉണ്ട്. BSc അഗ്രികൾച്ചർ എടുക്കുന്ന നിരവധി കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു നൂതന സാങ്കേതിക വിദ്യകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അഗ്രികൾച്ചർ കോഴ്സിൻ്റെ ഒരു സാധ്യതകൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു, സാർ പറഞ്ഞു, വലിയൊരു ഓപ്പർച്യൂണിറ്റികളിലോട്ടാണ് നമ്മൾ എത്തിപ്പെടുന്നതെന്ന് പറയും, ഒരു കോർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പം
അയാൾക്ക് എന്തൊക്കെ ഓപ്പണിങ്സ് ആണ് പെട്ടെന്ന് കിട്ടാൻ നമുക്ക് പറയാൻ സാധിക്കുന്നത്? നമ്മൾ ഇന്ന് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ എന്ത് പഠിച്ചാലും അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജി ഇൻ്റഗ്രേഷനാണ് ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഈ റീസെൻ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു സെക്ടറായിട്ട് അഗ്രികൾച്ചർ സെക്ടർ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ടെക്നോളജി എന്തെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആളുകളെ ഇസ്രായേലിലേക്കൊക്കെ അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്ന് ഡ്രോൺ ടെക്നോളജി കാര്യമായിട്ട് കഴിഞ്ഞ 2 ബഡ്ജറ്റുകളിലും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഈ ഡ്രോൺ ടെക്നോളജി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് നല്ല രീതിയിലുള്ള ഫണ്ടിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഈ കള പറിക്കുക, മരുന്ന് തളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഡ്രോൺസ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒന്നുള്ളത് റോബോട്ടുകൾ നമ്മൾ കൺട്രോൾ ചെയ്യാവുന്ന റിസ്കി ആയിട്ടുള്ള ചില ജോബുകളുണ്ടല്ലോ, അതിനു വേണ്ടി റോബോട്ടുകളെ യൂസ് ചെയ്യുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ആപ്പുകളുടെ ഡെവലപ്മെൻറ്റാണ്. അതുകൊണ്ട് IT സെക്ടറിലേക്ക് നമുക്കറിയാം ഏത് മേഖലയെക്കുറിച്ചും നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ മേഖലയെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ ആ ഒരു ഡൊമൈൻ നോളജ് ഉള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ TCSഉം അതുപോലെ ഇൻഫോസിസും പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഇതിനുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് അഗ്രികൾച്ചർ പാസ്സായ കുട്ടികളെ IT കമ്പനികളും റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ബിസിനസ് സെക്ടറിൽ ഈ അഗ്രികൾച്ചർ ഇപ്പോൾ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ തന്നെ കാണേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. നന്നായിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് ക്രോപ്പിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നല്ല സാധ്യതകളുണ്ട്. അതുപോലെ ഇപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിൻ്റെ പ്രൊമോഷന് അങ്ങനെയൊക്കെ ഒരുപാട് ബിസിനസ് സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ മോഡേൺ കാലഘട്ടത്തിൽ നമ്മളൊരു പഴയ ഒരു കോഴ്സായിട്ട് ഒരിക്കലും അഗ്രികൾച്ചറിനെ കാണണ്ട. അതിന് നല്ല രീതിയിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ഇന്നോവേറ്റീവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഈ ഒരു കോളേജ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് ICARന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റീസ് കോളേജുകൾക്കപ്പുറം നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, തമിഴ്നാട്ടിലൊക്കെ ഒരു പരിധി വരെ ഇതിന് കൂടുതൽ പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നിന്ന് കാണണമെന്ന് മാത്രം. പിന്നെ നമുക്കൊരു ഒരു മേഖല പറയാവുന്നത് സിവിൽ സർവീസ് മേഖലയാണ്. സിവിൽ സർവീസിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മലയാളികൾക്ക് വളരെ പരിചയമുള്ള സിവിൽ സർവീസ് ഓഫീസർമാരെ PB നൂഹ്, അതുപോലെ TV അനുപമ, അതുപോലെ നമ്മുടെ ജേക്കബ് തോമസ് സാറ്, അതുപോലെ Dr. B. അശോക്, ഇവരൊക്കെ അഗ്രികൾച്ചർ പഠിച്ച ആളുകളാണ്. BSc അഗ്രികൾച്ചർ ആയിരുന്നു ഇവരുടെയൊക്കെ സബ്ജക്റ്റ്. ഡിഗ്രിക്ക് ഇതെല്ലാം ചെയ്ത ആളുകളാണ്. അതിനുശേഷം ഇവർ ഹയർ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ സിവിൽ സർവീസിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മേഖലയ്ക്കൂടെ സിവിൽ സർവീസിലേക്കൂടെ പോകാൻ അതിലേക്ക് എത്തിപ്പെടാവുന്ന വളരെ കോമൺ ആയിട്ട് തന്നെ ഉള്ള നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു താല്പര്യം ഈ ഒരു മേഖലയോട് ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും വന്നാൽ അവർക്ക് നല്ല സാധ്യത തന്നെ ഉണ്ടാകും. പക്ഷെ ഒരല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി തന്നെ വരാം. അങ്ങനെ വന്നാൽ മതിയാവും. നീറ്റ് 2023 റാങ്കിനെയും മാർക്കിനെയും കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ വേവലാതിപ്പെടേണ്ടതില്ല. നിങ്ങളെ നോക്കി ഇതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയും വെറ്റിനറിയുടെ മേഖലയും CUET മേഖലകളും ഒക്കെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളുടെയും ഡിഗ്രി കോഴ്സുകളുടെയും റിസർച്ച് കോഴ്സുകളുടെയും ഒക്കെ അനന്ത സാധ്യതകൾ തന്നെയുണ്ട്. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻ അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് കോളേജുകളെക്കുറിച്ചും യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും ഒക്കെ തീർച്ചയായിട്ടും ഉള്ള ആ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.